അല്ലാതെ എല്ലാവർക്കും അറിയാമല്ലോ, എന്നേക്കാൾ കണ്ണൂരിൻ്റെ ആവേശം ശ്രീ കെ സുധാകരനാണ്. അദ്ദേഹത്തിന് മുദ്രാവാക്യം വിളിക്കുന്നതിൽ യാതൊരു അപാകതയുമില്ല. അത് കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരമാണ്, പ്രത്യേകതയൊന്നുമില്ല. പക്ഷേ അതൊരു അനൗചിത്യമായി പോയില്ലേ, പ്രത്യേകിച്ച് എല്ലാവരും ഇല്ല. കെ സുധാകരൻ അത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. കണ്ണൂരിലെ ഏത് പരിപാടിയും ഒന്നാമത്തെ മുദ്രാവാക്യം കെ സുധാകരൻ തന്നെയാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഫോട്ടോ ഫ്ലെക്സിൽ വരാതിരുന്നത്? അത് DCC പ്രസിഡന്റ് അത് ഫ്ലെക്സ് അടിച്ച ഒരു കമ്പനിക്ക് വന്ന ഒരു അപാകതയാണ്, കൊടുത്തായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ അപാകത ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അത് തിരുത്തിയിട്ടുണ്ട്. ആര് പറഞ്ഞു നിങ്ങളോട്? ആര് പറഞ്ഞു? കോൺഗ്രസ് അല്ലേ എല്ലാ വിഷയങ്ങളിലും ശക്തമായ നിലപാട്. ഇടതുപക്ഷം ഗവർണറുമായിട്ട് ഒത്തുകളിയല്ലേ കേരളത്തിൽ കാണുന്നത്. നേരത്തെ ഗവർണർ, ഈ ഗവർണർ വന്നപ്പോൾ ആരായിരുന്നു ചുവന്ന പരവതാനി വിരിച്ച് ഗവർണറെ സ്വീകരിച്ചതാരായിരുന്നു? മുഖ്യമന്ത്രിയും ഭാര്യയും പോയിട്ടല്ലേ ഗവർണറെ സ്വീകരിച്ചത്. മുഖ്യമന്ത്രിയോടൊപ്പം അല്ലേ ഡൽഹിയിലെത്തി ധനകാര്യമന്ത്രിയെ കണ്ടത്. അതൊരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. ഇവിടെ ജനകീയ ജീവൽ പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങൾ, ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ, ഈ പരീക്ഷയിലെ അപാകത, ആരോഗ്യരംഗത്തെ തകർച്ച, ഇതെല്ലാം ഉയർത്തിക്കൊണ്ട് UDFും കോൺഗ്രസും കോൺഗ്രസിൻ്റെ യുവജന വിദ്യാർത്ഥി സംഘടനകളുമാണ് ശക്തമായ സമരമുഖത്ത് നിൽക്കുന്നത്. ഞങ്ങളുടെ പ്രവർത്തകരെയാണ് കള്ളക്കേസിൽ കുടുക്കി പീഡിപ്പിക്കുന്നത്, ഞങ്ങളുടെ പ്രവർത്തകരെയാണ് പോലീസ് ആക്രമിക്കുന്നത്. അതിനെയാണ് മുഖ്യമന്ത്രി ന്യായീകരിക്കുന്നത്. മർദ്ദനം ഏറ്റിട്ടില്ല എന്ന് അപ്പഞ്ചേട്ടൻ തന്നെ ഞങ്ങൾ അന്വേഷിക്കും.